ഈ ഒരു കമന്റ് നോക്കിയേ, കാറ് മൂലമറ്റം മർക്കത്തില് ബ്രേക്ക് പോയിട്ട് ഇടിച്ചു എന്നാ പറയണേ. പുള്ളിയുടെ കമന്റ്, പുള്ളിയുടെ അനുഭവം. എല്ലാ വണ്ടികളും ബ്രേക്ക് ചവിട്ടി പിടിച്ചിറങ്ങിയാൽ പോകും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ പറഞ്ഞ ചേട്ടന്റെ കമന്റ്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഒട്ടുമിക്ക ആംബുലൻസും ടെമ്പോ ട്രാവലറാണ്. എന്തുകൊണ്ട്? അത്രയും നല്ല വണ്ടി, ആംബുലൻസ് ആക്കാൻ പറ്റിയ വണ്ടി വേറെ ഇല്ല. അവന്മാരെങ്ങനെ പോണേ? ചവിട്ടി പിടിച്ചാ പോണേ. അവന്മാര് പറന്നാ പോണേ ആംബുലൻസിന്. എന്നിട്ട് എത്ര അപകടങ്ങൾ ഉണ്ടാക്കണ്ട്. ട്രാവലർ ഓടിച്ച ആൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ചെന്ന് ബസ് ഓടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കൂല. അതേപോലെ തന്നെ ട്രാവലറും ബസ്സും മാറി മാറി ഓടിക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ്? രണ്ടിന്റെ സിസ്റ്റം ഈ ഡ്രൈവർക്ക് അറിയാവുന്നതുകൊണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന പയ്യന്മാര്, കാർ ഓടിക്കുന്നവരുണ്ട്, ബസ് ഓടിക്കുന്നവരുണ്ട്, ട്രാവലർ ഓടിക്കുന്നവരുണ്ട്, ലൈൻ ബസ് ഓടിക്കുന്നവരുണ്ട്, ടൂറിസ്റ്റ് ബസ് ഓടിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട്? ആ പയ്യന്മാർക്ക് ഓട്ടോറിക്ഷ മാത്രമല്ല ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്നത്. ആ പയ്യന്മാർക്ക് ഈ പറഞ്ഞ വണ്ടികളുടെ എല്ലാ സിസ്റ്റത്തിനെ കുറിച്ച് അറിയാം. അവന്മാർ അടിപൊളിയായിട്ട് ഓടിക്കുന്നുണ്ട്. എൻ്റെ നാട്ടിൽ ഇഷ്ടംപോലെ പിള്ളേരുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന പയ്യന്മാർ. എല്ലാം അടിപൊളിയായിട്ട് ബസ് ഓടിക്കുന്നത്, ട്രാവലർ ഓടിക്കുന്നത്, കാർ ഓടിക്കുന്നത്. അവന്മാരൊന്നും ഒരു അപകടം ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താ അറിയോ? ബസ്സിൽ പോകുമ്പോൾ ബസ്സിന്റെ നിയമം അവന്മാർ യൂസ് ചെയ്യും, ട്രാവലറിൽ പോകുമ്പോൾ ട്രാവലറിന്റെ നിയമം, ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഓട്ടോറിക്ഷയുടെ നിയമം. എൻ്റെ അടുത്ത് പറയണു, ഒന്ന് ഓട്ടോറിക്ഷ ഓടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഓടിക്കാൻ പറ്റിയെന്നല്ല. കാരണം 3 വീലറാണത്. അത് കൊണ്ടു നടക്കണതിന് അതിൻ്റെതായ രീതി പഠിച്ചിട്ടാണ് ഓടിക്കാനായിട്ട്. അതിനാണ് ലൈസൻസ് ഉള്ളതിന്. അതേപോലെ ഞാനിപ്പോൾ ഒരു കാർ ഓടിക്കുന്ന ആളാണെങ്കിൽ ബസ് തന്നിട്ട് ഓടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റിയെന്നല്ല. അതിൻ്റെ ലെങ്ത് എല്ലാം അളന്ന് മനസ്സിലാക്കണം, ബ്രേക്കിംഗ് സിസ്റ്റം മനസ്സിലാക്കണം. അത് എയർ ബ്രേക്കാണ്. ട്രാവലറും കാറെന്നൊക്കെ പറഞ്ഞ സെയിം ബ്രേക്കാണ് ഏകദേശം. പക്ഷേ ബസ്സിന്റെ ബ്രേക്ക് എയറാണ്. ചവിട്ടി കഴിഞ്ഞാൽ ആൾക്കാരെ കൂടി ദേ അടക്കും വന്നിട്ട് ഫ്രണ്ടിലേക്ക്. അതുകൊണ്ട് അതിന്റെ ബ്രേക്ക് മനസ്സിലാക്കി ഓടിക്കുന്നവനാണ് ഡ്രൈവർ. അപ്പൊ ഈ ട്രാവലറിനെ കുറിച്ച് മോശം പറയാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോ മാത്രം. ഇതിനു മുമ്പ് എല്ലാവരും എത്ര വട്ടം ടൂർ പോയിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ എനിക്ക് ട്രാവലറുകളൊന്നുമില്ല. ഞാൻ പുറത്തൊരു രാജ്യത്താണ്. എനിക്കിതിനെ കുറിച്ച് വീഡിയോ ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ കേൾക്കുമ്പോൾ സങ്കടം തോന്നി. കാരണം ഇത്ര ഒരു ഞാൻ 2008 മുതൽ 2023 വരെ ട്രാവലറുകൾ ഓടിച്ച ആളാണ്. ഞാൻ നാട്ടിൽ 2025 വന്നപ്പോൾ ഞാൻ ട്രാവലർ സ്വന്തമായിട്ട് ഓടിച്ച് കാന്തല്ലൂർ പോയിട്ട് വന്ന ആളാണ്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. കാരണം ഇത്രയും നല്ല വണ്ടിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്തു എന്ന് മാത്രം.